ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. കൊട്ടിയൂർ തീർത്ഥയാത്ര. അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ എത്തിച്ചേരണം. നമ്മൾ എല്ലാ തവണയും പറയാറുണ്ട്, നമ്മൾ അമ്പലത്തിൽ നിന്നാണ് ഏതൊരു യാത്രയും പുറപ്പെടാറ്. അപ്പോൾ എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പുറഭാഗത്തെ ഏട്ടന്മാരെല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോകാനുള്ള ചുക്ക് കാപ്പിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓരോ യാത്രയുടെയും വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, പക്ഷെ അതിലൊന്നും കാണാത്ത കുറച്ച് മുഖങ്ങൾ നമുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തന്നെ അപ്പുറ ഭാഗത്തുള്ള പരുത്തിപ്പുറം എന്നുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് അമ്മമാർ നമ്മുടെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഭയങ്കര പെട്ടെന്ന് കമ്പനി ആയിട്ടോ. അവർക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല കമ്പനിയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. സ്വത്തുട്ടനും ഉണ്ണിക്കുട്ടനും അക്കും അപ്പും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വണ്ടിയിൽ കയറി. പുറത്ത് നല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. എല്ലാവരും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അമ്മായി ഇതാ, ഗീത ചേച്ചി അതാ, വെളിച്ചെണ്ണ അതാ, ജലചേച്ചി, എല്ലാവരും വണ്ടിയിൽ സെറ്റായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബേബിയമ്മ സീറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ പുറപ്പെടാനുള്ള സമയമായി. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ വാഹനം പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുമേനി വരികയാണ്. എല്ലാവർക്കും മഴ കാണുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ വാർത്തകളിൽ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയാണ്. പല ജില്ലകളിലെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കണ്ണൂർ, വയനാട് ആ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാർത്തയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഈ മഴ പെയ്ത് നിൽക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. പോകുമ്പോൾ ഞാൻ ഉൾപ്പെടെ കേട്ടോ, നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഏതൊരു യാത്രയും നമ്മൾ പുറപ്പെടുന്നത് നമ്മുടെ കുട്ടിച്ചാത്തൻ്റെ സന്നിധിയിൽ നിന്നാണ്. തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഏതൊരു യാത്രയും ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു യാത്രാക്ലേശം അനുഭവപ്പെടില്ല കേട്ടോ. അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. മഹാദേവനെ കാണാനും പോകുന്നു, അതും ഒരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി ആട്ടവും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ഒരു കൊട്ടിയൂർ തീർത്ഥയാത്രയിൽ ഉൾപ്പെടുന്ന അമ്പലങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിയൂർ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, ശ്രീ പെരളശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പറശ്ശിനിക്കടവ്, ഈ ഒരു അമ്പലങ്ങളിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കൂടെ ഒരു 10 അമ്മമാർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവർ പറയാതിരിക്കാൻ പറ്റില്ല. അവർ അത്ര ഏജിലും എത്ര എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര എന്നറിയോ. പാട്ട് വെച്ചപ്പോൾ മുതൽ അവർ കളിക്കാൻ വന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എല്ലാവരുമായിട്ട് പെട്ടെന്ന് ജെല്ലാവുകയും ചെയ്തു. ഭയങ്കര കളിയായിരുന്നു. ഞാൻ വിചാരിച്ചു അവരൊക്കെ ബസ് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങിണ്ടാവും, ക്ഷീണം ഉണ്ടാവും, കുറച്ച് ഏജ് ആയവരല്ലേന്ന്. പക്ഷെ അതൊന്നുമില്ല കേട്ടോ. അവർ ഭയങ്കരമായിട്ട്, അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ നെഗറ്റീവ് ചിന്തിക്കുന്നവരോടായിട്ട് പറയുകയാണ്. ഞങ്ങൾ ഭക്തിഗാനങ്ങളൊക്കെ വെച്ചിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ആർക്കും മുഷിപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ പാട്ടുകൾ വെച്ചിട്ട് അവർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ട് വെച്ചതാണ്. എല്ലാവർക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അങ്ങനെ ശോകമായിട്ട് പോകരുതല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോവുകയാണിത്. ഏട്ടന്മാരും അതേപോലെ തന്നെ അവർക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവരും സന്തോഷമാണല്ലോ. നമുക്ക് എല്ലാവരും കൂടുമ്പോൾ ആ ഒരു സന്തോഷം മാത്രമാണിത്. ഒരു തരത്തിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് കേട്ടോ. എല്ലാവരും ഒത്തു കൂടുമ്പോൾ ഭയങ്കര സന്തോഷം. ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. അത്രയേ ഉള്ളൂ ഇതിൽ. ഏട്ടന്മാരായാലും അമ്മമാരായാലും ചേച്ചിമാരായാലും നമ്മുടെ അനിയത്തിമാരായാലും ആരായാലും ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ സന്തോഷിക്കുക. ആ നിമിഷത്തെ നമ്മൾ വാല്യുബിൾ ആക്കുക. അത്രേ നമ്മൾ കരുതുന്നുള്ളൂ കേട്ടോ. എന്ന് വേറൊരു തരത്തിലും ഒരു തെറ്റിദ്ധാരണ ഒന്നും പാടില്ല. കൊട്ടിയൂരിലെ തിരക്കും മഴ എല്ലാ ബുദ്ധിമുട്ടും കാരണം ഞങ്ങൾ ആദ്യം
വന്നത് പറശ്ശിനിയിലാണ് കേട്ടോ. ഞങ്ങളൊരു 5:45 കൂടിയിട്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. ഞാനും ജലജ ചേച്ചി ഏകദേശം ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇതാ നമ്മുടെ പിന്നിൽ വരുന്നുണ്ട്. അപ്പുവും സ്വത്തൂട്ടനും ഉണ്ണിക്കുട്ടനും അപ്പും എല്ലാവരും ഇതാ മുന്നിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ നടന്നിട്ട് മുത്തപ്പൻ്റെ അമ്പലത്തിനടുത്ത് എത്താനായി. ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ. എല്ലാവരും ഇങ്ങനെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു കിനിവ് പോലെ വഴുക്കലുണ്ട് കേട്ടോ. ഇത്രയും നേരത്തെ ആയതുകൊണ്ട് തന്നെ വഴിയിലത്തെ കടകളൊന്നും അധികം തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തുമ്പോഴുള്ള കടകളൊക്കെയാണ് തുറന്നിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് പോവുകയാണ്. നമ്മൾ എങ്ങനെ പോയാലും ഇതൊക്കെ ചിന്തിക്കില്ലോ പോകുമ്പോൾ. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ പൊന്നുമുത്തപ്പൻ്റെ അടുത്ത് എത്തിയിട്ടോ. എല്ലാവരും ഒരുമിച്ച് തന്നെ നമ്മൾ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം ഏജ് ആയവരും എല്ലാവരും ഉള്ളതല്ലേ, റേഞ്ചിൻ്റെ പ്രശ്നം വിളിച്ചാൽ കിട്ടായൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കൂട്ടായിട്ട് തന്നെ ഒരുമിച്ചിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അമ്പലത്തിൽ വലിയ തിരക്കൊന്നും പറയാൻ മാത്രമൊന്നുമില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് മുത്തപ്പനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പുഴയിലൊക്കെ വെള്ളം നല്ല ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. ബോട്ടിങ്ങിൻ്റെ അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നടക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ബോട്ടിൻ്റെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേരങ്ങനെ ബോട്ടിൻ്റെ അവിടെയൊക്കെ കാണാൻ പോയി. ബാക്കിയുള്ളവരൊക്കെ പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങളിതാ ബോട്ടിൻ്റെ അവിടെ എത്തി. ബോട്ട് സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ബോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളേനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് യാത്ര വൈകണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ ബോട്ടിലൊന്നും പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോയത് നമ്മൾ പെരളശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ആ അമ്പലം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് അവിടുത്തെ ക്ഷേത്രക്കുളം തന്നെയാണ് കേട്ടോ. ഉത്തരേന്ത്യയിലൊക്കെ കാണപ്പെടുന്ന പടിക്കെട്ടുകളോട് കൂടെയുള്ള രീതിയിലാണ് ഈ ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അയനിവയൽ കുളം എന്നും ഈ ഒരു കുളത്തിന് പേരുണ്ട്. ദേശീയ ജലപൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു കുളം കൂടിയാണിത് കേട്ടോ. ക്ഷേത്രത്തെക്കുറിച്ചും കുളത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഒരു അമ്പലത്തിലെ തീർത്ഥയാത്ര എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് യൂട്യൂബ് വീഡിയോകളിലും ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രക്കുളമാണ് ഈ ഒരു കുളം കേട്ടോ. നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു കുളമായിരുന്നു. അടിപൊളിയാണ്. ഇവിടെ നമ്മൾ വന്ന് കാണുന്നതന്നെ വേണം തൊട്ട് ശരിക്കും. എല്ലാവരും ഭയങ്കര കൗതുകത്തിൽ കണ്ടതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമ്മളിവിടെ വന്നില്ലെങ്കിൽ മിസ്സായിരുന്നു എല്ലാവരും. ഇതാണ് നമ്മുടെ അമ്പലത്തിന്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. ശ്രീ പെരളശ്ശേരി ക്ഷേത്രം എന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും അകത്ത് കയറി തൊഴുതു കേട്ടോ. അവിടെ രാവിലത്തെ അന്നദാനം പോലെ ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് അതൊക്കെ കഴിച്ചു. ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നല്ലോണം മഴ പെയ്തു. എല്ലാവരും ഒരൊറ്റ ഓട്ടാണ്. കുടയൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നേ. മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ഒരു കുളം കാണാനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ആ തലക്കൽ ഭാഗത്തൊക്കെ ആമയൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാട്ടോ നമുക്ക്. കുളത്തിൽ നിറയെ മീനുകളുണ്ട് കേട്ടോ. ഓറഞ്ചും മഞ്ഞയും എല്ലാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര കൗതുകമായി. കുട്ടികൾക്കല്ല, നമുക്കും കൗതുകം തന്നെയാണ്. അവർ എടാ അതാ നമുക്ക് അതിനെ വേണം ഇതിനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്രയായി. ഇനി നമ്മൾ പോകുന്ന അമ്പലമാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. നമ്മുടെ ബസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇറങ്ങി നടക്കേണ്ടി വന്നു. അങ്ങനെ നമ്മളിതാ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അമ്പലം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. മുഴക്കുന്ന് ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. സ്വർഗലോകത്ത് നിന്ന് ഈ ഒരു പ്രദേശത്ത് പണ്ടെങ്ങോ മഹാസരസ്വതി മിഴാവിന്റെ രൂപത്തിൽ വീണെന്നാണ് പഴമൊഴി. മിഴാവ് അഥവാ മൃദംഗം വീണ സ്ഥലത്ത് പിന്നീട് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്ന് അറിയപ്പെട്ടു. കോട്ടയത്ത് തമ്പുരാൻ കഥകളി ചിട്ടപ്പെടുത്തുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീവേഷ രൂപം എങ്ങനെ വേഷവിധാനം ചെയ്യണമെന്ന് തമ്പുരാനും മനസ്സിൽ തെളിഞ്ഞു വന്നില്ലത്രേ. തുടർന്ന് ക്ഷേത്ര തീർത്ഥക്കുളത്തിനടുത്ത് തന്നെ അരയാലിന്റെ തറയിൽ തന്നെ മൃദംഗ ശൈലേശ്വരിയെ ധ്യാനിച്ചുത്രേ.
തമ്പുരാനെ കഥകളിയിലെ സ്ത്രീവേഷ രൂപത്തില് തീർത്ഥക്കുളത്തിന് നടുവില് ദേവി സ്വരൂപ ദർശനം നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ തമ്പുരാന് സ്ത്രീവേഷ രൂപം ദേവി അരയ്ക്ക് മുകളിൽ മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണത്രേ ഇന്നും കഥകളിയിലെ സ്ത്രീവേഷ രൂപം അരയ്ക്ക് താഴെ വെള്ളയായി കാണപ്പെടുന്നത്. ലോകത്ത് എവിടെയും കഥകളി ആരംഭിക്കുമ്പോൾ മൃദംഗ ശൈലേശ്വരി ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. അങ്ങനെ എല്ലാവരും അമ്പലത്തിലൊക്കെ കയറി തൊഴുതു, പ്രാർത്ഥിച്ചു. അവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അവിടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക്. വളരെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അമ്പലത്തിൻ്റെ കൂടെയൊക്കെ നടന്നു. നല്ലൊരു പ്രത്യേക പോസിറ്റീവ് ഫീലാണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. കുറച്ച് പേർക്ക് തൊഴുകാൻ വൈകിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവരെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ തൊഴുതിറങ്ങി ഞങ്ങൾ ഒരു 3 മണിയോട് കൂടി നമ്മുടെ കൊട്ടിയൂർ മഹാദേവൻ്റെ അടുത്ത് എത്തിയിട്ടോ. വഴിയിൽ ഇങ്ങനെ വഴിയോര കച്ചവടക്കാർ ഒരുപാടുണ്ട്. ഓടപ്പൂക്കളും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു മനസ്സിനൊരു മഹാദേവൻ നമുക്ക് ഒരു കനിഞ്ഞു തന്ന അനുഗ്രഹമാണ് നമ്മളിവിടെ എത്തിപ്പെടാനെന്നുള്ളത്. അവിടെ എത്തിക്കിട്ടുമ്പോൾ ആ ഒരു അന്തരീക്ഷത്തോട് നമ്മൾ ലയിച്ചു ചേരുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടത് അല്ലെങ്കിൽ എന്താ മനസ്സിൽ വരുന്നത് നമുക്ക് പറയാൻ കൂടി പറ്റാത്തതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് നമുക്ക് പറയാനൊരു വാക്കുകളൊന്നും ഇല്ലാത്തത്. എത്രയോ ദൂരെന്ന് തന്നെ കച്ചവടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. അവർക്ക് ഈ ഒരു സമയത്താണ് കച്ചവടം നടക്കുന്നത്. നമ്മുടെ ഈ ഒരു വൈശാഖ മഹോത്സവ സമയത്താണ്. ബാക്കിയുള്ള സമയത്തൊന്നും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ലല്ലോ. ബസ്സിലൊക്കെ വരുമ്പോൾ ഭയങ്കര വെയിലുണ്ടായിരുന്നു. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു വെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി മഴയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുടയൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് വീഡിയോ ഓൺ ആക്കിയിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. സ്റ്റിക്കും കാര്യങ്ങളൊന്നും നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ നനയല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞങ്ങൾ അതൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പുഴയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള മഴ പെയ്തതുകൊണ്ട് തന്നെ പുഴയിലെ ഒഴുക്കൊക്കെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഈക്കരെ കുളിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് ആ ബണ്ടിൽ കെട്ടിയ ഭാഗത്തു കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒഴുക്ക് കൂടി, അടിയൊഴുക്കൊക്കെ കൂടി. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുഴയിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തു കൂടെ പാലം കടന്നിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. പുഴയെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒഴുക്ക് ഭയങ്കരമായിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ തന്നെ താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര പേടിയായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വരി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരക്കൊക്കെ ഉണ്ട്. ഇപ്രാവശ്യം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവരുടെയൊക്കെ ഒരുപാട് അധികം ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പാലത്തിൽ കൂടെ നടന്ന് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും തന്നെ വരിയിൽ ഒരുമിച്ച് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട്. ബാക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അടിയൊഴുക്കും കാര്യങ്ങളും ഉള്ള കാരണം. അപ്പോൾ ഈ ഒരു കയറ് കെട്ടിയതിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ആളുകൾ മുങ്ങി കയറുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഏട്ടൻ പുഴയിൽ മുങ്ങിയിട്ട് കല്ലെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ്. ഈ പുഴയിൽ മുങ്ങി കല്ലെടുത്തിട്ട് നമ്മൾ ആ കല്ല് ഉരച്ചിട്ട് കുറി തൊടുക ചെയ്യുന്നത്. ചിലർക്കത് ഭസ്മത്തിൻ്റെ ആ ഒരു കളറും ചിലർക്കത് കുറിയുടെ കളറാണ് വരാറുള്ളത്. ഭസ്മം ശിവന്റെയും കുറി ദേവിയുടെ ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞാൽ ചന്ദനത്തിന്റെ കളറായിരുന്നു. ചെറിയതായിട്ട് ചാറ്റൽ മഴ ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും അങ്ങോട്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ കൂടെ വന്നവർക്കൊക്കെ ഭയങ്കര കൗതുകമായിട്ട് ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞു, കുറി തൊട്ടു, എല്ലാവരും ഒരുമിച്ച് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ വാർത്തകളിൽ കാണുന്ന അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ലാസ്റ്റ് സമയത്തായിരുന്നു പോയതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ പിന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര വർഷം നമ്മളിവിടെ വന്നാലും ഓരോ വൈശാഖ മാസവും നമ്മൾ കാത്തിരിക്കും മഹാദേവനെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു അനുഭൂതിയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തോ ഒരു പ്രത്യേകത
അല്ലെങ്കിൽ ഒരു ഫീല് നമുക്ക് ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. തൊഴുത് മടങ്ങുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു ഇനി അടുത്ത വർഷം കാണാം, വീണ്ടും വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് എപ്പോഴും തോന്നും. എത്ര പോയാലും മതി വരാത്തൊരിടം തന്നെയാണ് നമ്മുടെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ശരിക്കും പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, കാണുന്നൊരു കാഴ്ച എല്ലാമാണ്. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ചരിത്രം ഹൈന്ദവ പുരാണം അനുസരിച്ച് തൻ്റെ മകൾ സതീദേവിയും ഭർത്താവായ ശിവനെയും അറിയിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്തി. എന്നാൽ ശിവന്റെ വിലക്കിനെ മറികടന്ന് സതീദേവി യാഗത്തിന് പോവുകയും അവിടെ വെച്ച് പിതാവിനാൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. ആ വേദനയിൽ ആത്മാഹുതി ചെയ്ത സതിയെ അന്വേഷിച്ച് ശിവൻ അവിടെ എത്തുകയും രോഷാകുലനായ അദ്ദേഹം ദക്ഷന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. വൈശാഖ മാസത്തിന്റെ 28 ദിവസമാണ് അക്കരെ കൊട്ടിയൂർ തുറക്കുന്നത്. അവിടെ നമ്മൾ പോകുന്ന ഭാഗത്ത് കൂടെ ശയന പ്രദക്ഷിണം നടത്തുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ണ് കെട്ടിയിട്ട് ശയന പ്രദക്ഷിണം നടത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഇടമാണ് അമ്മാറക്കല്ല്. അമ്മ മറിഞ്ഞ കല്ലാണ് അമ്മാറക്കല്ലായത്. ദക്ഷപുത്രിയും മഹാദേവന്റെ പത്നിയുമായ സതീദേവി ആത്മത്യാഗം ചെയ്തത് ഇവിടെയായിരുന്നു. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ നല്ല പെരുമഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു. പക്ഷെ ആ മഴയൊന്നും വകവെക്കാണ്ട് തന്നെ എല്ലാവരും മഹാദേവന്റെ അരികിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ തൊഴുതിട്ട് കയറി നിന്നു. പകുതി പേര് അവിടെ തൊഴുന്നേ ഉള്ളൂ. തിരക്കൊക്കെ ഉണ്ട്, അത് കാരണം അതിനനുസരിച്ചിട്ട് തന്നെ എല്ലാവരും തൊഴുന്നത്. ഞങ്ങൾ കുട പിടിച്ചിട്ടും റെയിൻകോട്ട് ഇട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല മഴ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മഴയായി. ആ ഭാഗമൊക്കെ തെളിഞ്ഞ ഭാഗമായിരുന്നു. ആകെ കലങ്ങി മറിഞ്ഞൊരവസ്ഥയായി. ഇത് തീർത്ഥം വാങ്ങിക്കാൻ വേണ്ടി ഏട്ടൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ തീർത്ഥമൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും അവിടെ കുറച്ച് നേരം ആ മഴയിൽ തന്നെ നിന്നു. ഒരുപാട് വിശ്വാസികൾ എത്തിച്ചേർന്ന ഒരിടം. മഴയോ വെയിലോ വെള്ളമോ ഒന്നും വകവയ്ക്കാണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് വന്നിട്ടുള്ള ഒരിടമാണിത്. നമ്മളെല്ലാവരും കരയ്ക്ക് കയറി നിൽക്കുന്നുണ്ട്. തൊഴുതിട്ട് ബാക്കിയുള്ളവരെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരും വന്നു. ഞങ്ങൾ ആനയുടെ അടുത്തൊക്കെ ഒന്ന് പോയിണ്ടായിരുന്നു. ഇവിടെ ശീവേലിക്കുള്ള 2 ആനക്കുട്ടന്മാർ ആണ് ഇവർ 2 പേരും. അവരെയൊക്കെ കണ്ടിട്ടൊന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് പോന്നു. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ തൊഴുത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഓടപ്പൂക്കൾ എന്തായാലും നമുക്ക് വാങ്ങണമല്ലോ. അങ്ങനെ എല്ലാവരും ഓടപ്പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നിന്നു. കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി. ഇവർ ഓടപ്പൂവ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം വീഡിയോ എടുത്തതാണ് കേട്ടോ. അവരത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, കഴിയുന്തോറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഒരു ഓടപ്പൂവ് തന്നെ ഉണ്ടാവുന്നത്. പിന്നെ എല്ലാവരും പ്രസാദവും ഇങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത തവണ എത്തിപ്പെടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മഹാദേവനോട് പ്രാർത്ഥിച്ച് മടങ്ങിട്ടോ. കാലാവസ്ഥ വളരെ മോശമായ സമയത്ത് തന്നെ മഹാദേവനെ കാണാൻ പോകുമ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു പേടിയായിരുന്നു. മഴ ഉണ്ടായിരിക്കും, എന്താവും അവിടുത്തെ സിറ്റുവേഷൻ എന്ന് വാർത്തകളിലൊക്കെ നമുക്കങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്ക് ഒരു തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല. നമ്മൾ കുട്ടിച്ചാത്തൻ്റെ മുന്നിൽ നിന്ന് പോയത് കൊണ്ട് അതിൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ട്. എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായി. ഇനിയും വരും കാലങ്ങളിൽ നമ്മളോടൊപ്പം വന്നവരും അതിലേറെ പേർക്കും കൂടി വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറി ആട്ടവും പാട്ടൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു മടങ്ങി വരികയാണ്.